everyone, welcome back to my YouTube channel. അപ്പോൾ ഇപ്പോൾ സമയം 10:45 കഴിഞ്ഞ് 11 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് അമ്പടീനെ റെഡിയാക്കി അംഗനവാടിയിൽ കൊണ്ടുപോയി ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ പോവാന്നൊക്കെ പറഞ്ഞ പിന്നെ എണ്ണ അടിച്ചിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് എന്തോ വണ്ടിക്ക് ബുള്ളറ്റ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലൊക്കെ കയറ്റി ഞാൻ അംഗനവാടി അമ്പടീനെ കൊണ്ടുപോയി വിട്ടു. കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്ത് സമയം അങ്ങനെ പോയിട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു 11 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ 1-2 ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ പുതിയ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ടോട്ടലി ഒരു കിച്ചൺ അടുക്കിപ്പറക്കൽ വീഡിയോ ആണ്. ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ആ ഒരു എന്താ പറയുക ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഒക്കെ പുതിയ പേപ്പറൊക്കെ വിരിച്ച് ഒന്ന് സെറ്റിലാക്കണം. പിന്നെ പുതിയ കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നീറ്റാക്കി പെർഫെക്റ്റ് ആക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ടോട്ടലി ഒരു കിച്ചൺ ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ക്യാമറ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇന്നലെ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ അടുക്കളയിലേക്ക് വെച്ചിട്ടില്ല. നമുക്ക് ഓരോന്ന് വൃത്തിയാക്കിയിട്ട് ഇത് കുറച്ച് ധാന്യങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ്. നമ്മളെ കടല, ചെറുപയർ, കാബൂളിക്കടല അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ, നമ്മളെ എന്താ പറയുക വെളുത്തുള്ളി അച്ചാറ്, സാൾട്ട് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അവിടുന്ന് ഓഫറിന് എന്തോ നമ്മുടെ ഈ ഹാബണ്ടില്ലേ അത് ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ഓൾറെഡി ഉണ്ട് എൻ്റെ അടുത്ത്, എന്നാലും ഒന്നും കൂടെ മേടിക്കാൻ കരുതി. ഇതൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. ഓഫറിനായി കിട്ടിയതാണ്. പിന്നെ ആണെങ്കിൽ ഇതാ നമുക്ക് അതേപോലെ ബ്രഷൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനത്തെ കുറച്ച് പെന്ന്, ബ്രഷസ് അങ്ങനെയുള്ള ഇട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മേടിച്ച് ഒന്ന് ഫ്രീ അങ്ങനെ ഉണ്ടെന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ബൗളാണ് കേട്ടോ. അതൊക്കെ അടിപൊളിയാണ്. വൈറ്റ്, ഫുള്ള് വൈറ്റാണ്. നല്ല സിമ്പിളായിട്ടുള്ള കേട്ടോ. അധികം വെയിറ്റോ അധികം കട്ടിയൊന്നുമില്ല. അപ്പോൾ ഇത് ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ അങ്ങാണ്ട് കേട്ടോ. ഇതിൽ 316 എങ്ങാണ്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത്ര റേറ്റ് ഒന്നുമില്ല. എത്രയാ 99 100 രൂപ അങ്ങനെ എങ്ങാണ്ടുള്ളൂ ഒന്നിന് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. ഇത് നമ്മുടെ വടകരയിലെ റിലയൻസ് എന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അമ്പാടിക്ക് ഇനി ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ കൊണ്ടുപോകണം. ഇപ്പോഴല്ലെങ്കിലും കുറച്ച് എടുത്താണെങ്കിലും. അപ്പോൾ അതിനൊപ്പം 2 സ്പൂണ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ക്യൂട്ടായിട്ട് തോന്നില്ലേ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ചെറിയ എന്തോ പൈസയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെന്തോ ചെറിയ എന്തോ പൈസയുള്ളൂ. ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ ഹെയർ കളർ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതാണ് കേട്ടോ. ഈ ഒരു നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ ഒന്നിൻ്റെ ഒരു മരത്തിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടെ സംഭവം കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക എന്തോ ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് പാചകം ചെയ്യാൻ അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിക്കൻ മസാല അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ ബാറ്ററി ഇതൊക്കെയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളെ വിചാരിക്കുന്നു ഇങ്ങനത്തെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോട്ടിൽ മേടിക്കണം എന്നുള്ളത്. ഒരേ നമ്മൾ സെറ്റായിട്ടുള്ള ഉണ്ടാവില്ലേ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ അജേട്ടൻ്റെ രോഹിത്തേട്ടൻ്റെ കടയിൽ വടകര നമ്മളെ കുളച്ചന്തേൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടായിട്ട് ബ്രൈറ്റ്സ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇതിന് 99 രൂപയാണ്. എന്നാലും നല്ല എന്താ പറയുക മോശമില്ല. നമ്മൾ പല കടകളിലും കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത് നമുക്ക് ധാന്യങ്ങളൊക്കെ നമ്മുടെ കടല, ചെറുപയർ, പഞ്ചസാര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ഇട്ട് വയ്ക്കാം. ഒരേപോലത്തെ ബോട്ടിൽ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഹോർലിക്സിൻ്റെ ബോട്ടിലോ അങ്ങനെ എന്തൊക്കെയോ സാധാരണ ബോട്ടിൽ പല ബോട്ടിലൊക്കെയാണുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 99 രൂപയാണ് കേട്ടോ ഒരു ബോട്ടിലിന്. അപ്പോൾ കുറച്ച് നാളായി മേടിക്കണം എന്നായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ മേടിച്ചു. അങ്ങനെ 6 ഉണ്ട് കേട്ടോ. ടോട്ടൽ 6 ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ പലതരം എന്താ റേറ്റ് കൂടിയതൊക്കെ ഉണ്ട്. 100 സംതിങ് ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വലിപ്പമുള്ളതുണ്ട്, ഇതിൽ ചെറുപ്പമുള്ളതുണ്ട്. പിന്നെ ഗ്ലാസും പ്ലാസ്റ്റിക്കും മിക്സായിട്ട് വരുന്നത്, അതായത് ഹാഫിൽ ഗ്ലാസും ഹാഫ് എന്താ പറയുക ഗ്ലാസും പ്ലാസ്റ്റിക്കും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പുള്ള ബോട്ടിൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ
ഇങ്ങനത്തെ ഒരു 4 ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവശ്യമുള്ള മുളക്, മഞ്ഞപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാനായിട്ട്. അപ്പം ഞാൻ മുൻപും രോഹിത്തേട്ടൻ്റെ കടയിൽ നിന്ന് ഇതേപോലത്തെ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു അടപ്പല്ലായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ തിരുമ്പെടുത്ത് പോയിട്ടുണ്ട്, ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ചോദിച്ച സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു അടപ്പ് കുറച്ച് ഓർഡർ എടുത്തിട്ട് ഒരു 6 കണ്ട നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഓർഡർ എടുത്തിട്ട് നമുക്കത് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ ഒരു 4 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ഇത് 6 മേടിച്ചു. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊക്കെ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെ പാത്രങ്ങളൊക്കെ നമ്മളിപ്പം ഇൻ കേസ് ഒരു കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊന്ന് അടക്കി പറക്കി, അതായത് വാഷ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലാണ് രാത്രി ഇപ്പോൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമല്ലോ. ആ ഒരു സമയത്ത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ പല്ലിയോ പാറ്റിയോ അങ്ങനെ എന്തെങ്കിലും വന്ന് നക്കുമോ എന്നൊക്കെ എഴുതിയിട്ട്, പിന്നെ മുൻപ് എലി ശല്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള പ്ലേറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ ബൗൾസും കാര്യങ്ങളൊക്കെ കഴുകി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക സ്റ്റാൻഡോ അങ്ങനെ എന്തോ പ്ലേറ്റ് സ്റ്റാൻഡോ അങ്ങനെ എന്തോ പറയും. അപ്പോൾ ഇതിൽ വെക്കാൻ കരുതിയിട്ടോ. അങ്ങനെ നമുക്ക് കഴുകിയതൊക്കെ ഇതിൽ വെച്ചിട്ട് പിന്നെ ആ വെള്ളം കുറ്റി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതിൽ. അപ്പോൾ സാധനങ്ങളൊക്കെ കൊള്ളും. അപ്പോൾ ഇത് കുറേ നാളായി വേണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നലെ ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോട്ടിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കണം, പൊടികളൊക്കെ ഇട്ട് വെക്കണം. പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് മാത്രമല്ല, നമ്മൾ ആ ഷെൽഫെല്ലാം പേപ്പറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ടോട്ടലി പണിയാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി കിച്ചണിൽ പോകാം, ക്ലീനിങ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. അതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്കാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ടേബിളിൽ കൊണ്ടുവച്ചാണ്. കാരണം അവിടെ ഇപ്പം നിരത്തി വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആട്ട ചപ്പാത്തിക്കുള്ള ഒക്കെ ആട്ടയൊക്കെ കുഴച്ചെടുക്കാം. പിന്നെ സവാള വെജിറ്റബിൾസ് ഒക്കെ തന്നെ കട്ട് ചെയ്ത് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. പിന്നെ തേങ്ങ നമ്മൾ ഈ ബോടയൊക്കെ ഉണ്ടല്ലോ, ബോടയൊക്കെ ചില സമയത്ത് നമ്മൾ തേങ്ങ ഉണ്ട് എന്നാൽ പോലും നമ്മൾ ചില സമയം തേങ്ങ ഒരിക്കുന്ന സമയത്ത് ബോടയൊക്കെ കിട്ടാറുണ്ട്. ആ ബോട എടുത്തിട്ട് നമ്മൾ എന്താ പറയുക ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ പരുവത്തിലാക്കി എടുക്കാം. അങ്ങനെയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ ബ്ലാക്ക്. അപ്പോൾ ഇത് ഇന്ന് മുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എന്താ പറയുക ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അജേട്ടൻ കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ എന്താ പറയുക ഗ്യാസ് സ്റ്റവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസിൻ്റെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കണം. അതാണ് ഞാൻ കരുതുന്നത്. അമ്പടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് റിലാക്സ് ആയി കുറച്ച് എന്താ പറയുക കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ പോവാണ്. ഇതിവിടെ ടാബിലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പം ഞാനിപ്പോൾ കിച്ചണിൽ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവാണ് കേട്ടോ. പുതുതായിട്ട് മേടിച്ച ബട്ടർഫ്ലൈൻ്റെ 3 ബർണറാണ് വരുന്നത്. ഒന്ന് അത്യാവശ്യം വലിയ സൈസ്, പിന്നെ ഒന്ന് മീഡിയം സൈസും ഒന്ന് കുറച്ചുകൂടി ചെറിയ സൈസ്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ബർണറുള്ള അത്യാവശ്യം 5 years വാറണ്ടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലാസ്സിനാണെങ്കിലും ഈ ഒരു ഗ്ലാസ്സിനാണെങ്കിലും ബർണറിനാണെങ്കിലും 5 years വാറണ്ടി ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കല്ല, നമ്മൾ സാധാ ടൈപ്പാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് മേടിച്ചിട്ടുള്ള, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ മിക്സർ ഗ്രൈൻഡർ ആ ഒരു ഭാഗത്തുണ്ട്, അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു ഷെൽഫ് അവിടെ ആകെ ഒരു വൃത്തികേടായിട്ടുള്ളത്, ആ പേപ്പറൊക്കെ മാറ്റി അവിടെയൊക്കെ ചെറുതായിട്ട് പൊടിയായിട്ട് തൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അവിടെയുള്ള ബോട്ടിൽസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നേരെ അവിടെ തുടങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് തുടങ്ങി അവിടെ നീറ്റാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പരിപാടികൾ കഴിയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒരു സെക്ഷൻ അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. കാരണം ഇതുവരെ ഞാൻ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടില്ല. ഒരു ബോട്ടിലും കാര്യങ്ങളൊന്നും തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല. അതേപോലെ കിടപ്പുണ്ട് എല്ലാം കൊണ്ടുവച്ചെടുത്ത്. കാരണം എനിക്ക് സമയമില്ലായിരുന്നു കേട്ടോ, ഒട്ടും സമയമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോസിൻ്റെ കാര്യം വരെ എനിക്ക് എന്താ പറയുക എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ള പോക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു ശ്വാസം കിട്ടും കേട്ടോ. കാരണം എന്തോ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടൊന്ന്
നീറ്റാക്കി വെക്കാനുള്ള സമയം വരെ ഇല്ല. ഇന്നലെ ചെയ്യണമെന്ന് കരുതിയപ്പോഴത്തേക്കും രാവിലെ വടകര പോയി, ഉച്ചയ്ക്ക് അമ്പാടീനെ കൂട്ടാൻ പോയി, പിന്നെ അവിടെ പ്രാക്ടീസിന് നിന്ന്, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ തിരക്ക് പോയി. ഈ ഒരു സ്ഥിതിയിലാണ് പോക്ക്. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പാകത്തിൽ ആക്കിയെടുക്കാം കേട്ടോ. ഏതാണ്ട് സൈസ് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്, നോക്കട്ടെ. അങ്ങനെ ഇവിടുന്ന് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ആ ഷെൽഫിലുള്ള ബോട്ടിൽസൊക്കെ താഴത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം അവിടുത്തെ പേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ പുതിയ പേപ്പർ എടുത്തിട്ട് അവിടുന്ന് അളവൊന്ന് മെഷർ ചെയ്ത് എടുത്തു. കാരണം ആ ഒരു സൈസിലാണല്ലോ പേപ്പർ മടക്കിയെടുക്കേണ്ടത്. പിന്നെ ആ 3 ഷെൽഫിലെയും താഴത്തോട്ടുള്ള 3 ഷെൽഫിലെയും ഞാൻ ബോട്ടിൽസൊക്കെ താഴത്തേക്ക് മാറ്റിയതിന് ശേഷം പേപ്പർ ഇതങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പേപ്പർ വെച്ചാലാണ് കുറച്ചും കൂടെ ഒരു നീറ്റായി തോന്നുക കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സൈഡിലൊരു ജനലും വരുന്നുണ്ട് കേട്ടോ. നേരെ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുന്ന ആ ഒരു സൈറ്റാണ് അവിടെ. അപ്പോൾ അവിടെയൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനതപ്പോൾ നനഞ്ഞ തുണി വെച്ച് തന്നെ തുടച്ചെടുക്കുവാണ്. പിന്നെ മറ്റേ ഓപ്പോസിറ്റ് സൈഡുള്ള ഷെൽഫിൻ്റെ അവിടെയൊക്കെ പേപ്പറൊക്കെ മാറ്റി, അവിടുത്തെ ബോട്ടിൽസൊക്കെ മാറ്റി പൊടിയൊക്കെ തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ പുതിയ ബോട്ടിൽസൊക്കെ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. എന്നിട്ട് വേണം നമുക്ക് ധാന്യങ്ങളും അതേപോലെ പൊടികളും ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ചായൻ്റെയും ചോറിൻ്റെ പരിപാടികളൊക്കെ ഒരുവിധം കഴിച്ചു വെച്ചുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് നമ്മുടെ കിച്ചൺ ക്ലീനിങ് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബോട്ടിൽസൊക്കെ ഒരുവിധം കഴുകി വൃത്തിയാക്കി ഒരു എന്താ പറയുക തുണിയിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്, വെള്ളം ഊറി വരാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിതാ ബോട്ടിൽസൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് തുടച്ചെടുക്കുകയാണ്. പിന്നെ പുതിയ ബോട്ടിലായത് കാരണം അതിലൊക്കെ സ്റ്റിക്കർ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ നിന്നാണെങ്കിൽ സ്റ്റിക്കർ കുറച്ച് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക്കിൻ്റെ നിന്ന് ഇളകി വരുന്നില്ല. ഞാൻ പിന്നെ കൂടുതലായിട്ട് അതിൽ സമയം ചിലവാക്കിയില്ല. നേരെ നമ്മുടെ പഴയ ബോട്ടിൽസിൽ നിന്നൊക്കെ തന്നെ പുതിയ ബോട്ടിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അങ്ങനെയുള്ളതൊക്കെ മാറ്റിയെടുക്കുകയാണ്. കാരണം അതിൻ്റെ അടപ്പൊക്കെ തന്നെ തിരുമ്പെടുത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ഒരു ബോട്ടിലിൻ്റെ ഒക്കെ എന്താ പറയുക അടപ്പ് നമുക്ക് ഓർഡർ എടുത്ത് മേടിക്കണം. അങ്ങനെ ഞാൻ അതൊക്കെ മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മുടെ ഭരണിയിലേക്ക് ഉപ്പൊക്കെ ഇങ്ങനെ പുതുതായിട്ടും കുറച്ച് തീരാറായതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിലേക്ക് ഈ ഒരു സ്പൂണും തലക്കാലത്തേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൂജാമുറിയിലേക്കും അതേപോലെ കിച്ചണിലേക്കും ഒക്കെ വേണ്ട ഓയിലൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിച്ച് മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് ദോശക്കല്ലിലും ഒക്കെ വേണ്ട ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ തന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരുവിധം അത്യാവശ്യപ്പെട്ട പൊടികൾ അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അങ്ങനെയുള്ളതൊക്കെ 4 ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ധാന്യങ്ങളുണ്ടല്ലോ, ഈ കടല, ചെറുപയർ, ചില മസാല, കടല, ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ 6 ബോട്ടിലുണ്ടല്ലോ അതിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടെൻഷനില്ല. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനത്തെ വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിലാണെങ്കിൽ നമുക്ക് തീരാറായാലും മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ പിന്നെ അല്ലാണ്ട് ചിലത് നമുക്ക് ബോട്ടിൽ മനസ്സിലാവത്തില്ല, അത് തുറന്നു നോക്കണം അതിൻ്റെ അടപ്പ് തീരാറായോ എന്ന്. പിന്നെ പഴയ കുറച്ച് ബോട്ടിലും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇതിൽ നമുക്ക് 500 ഗ്രാം മാത്രമേ ഈ ഒരു നമ്മുടെ പുതിയ ബോട്ടിൽ മേടിച്ചില്ലേ അതിൽ കൊള്ളുള്ളൂ കേട്ടോ ധാന്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ചെറിയൊരു ഭരണിയിലേക്ക് പുളിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എല്ലാം കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഷെൽഫിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. പേപ്പറൊക്കെ വിരിച്ച് ഓൾറെഡി സെറ്റാക്കി വെച്ചതായിരുന്നു. അങ്ങനെ ഒരുവിധം ഒരേപോലത്തെ ബോട്ടിൽസൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചായപ്പൊടി അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരേപോലത്തെ ബോട്ടിൽസൊക്കെ കൊണ്ടുവരാൻ മുൻപ് മേടിച്ചായിരുന്നു അതൊക്കെ തന്നെ. പിന്നെ ഹോർലിക്സ് അങ്ങനെയുള്ളതൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പുതിയതായിട്ട് നമ്മൾ മേടിച്ച മിക്സർ ഗ്രൈൻഡറൊക്കെ താഴത്തെ സെക്ഷനിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ടായിട്ട് മസാലപ്പൊടികളും പുളി അങ്ങനെയുള്ളതും പിന്നെ വലിയ സവാളയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ച് ഞാൻ ചിക്കനും പിന്നെ എന്തായിരുന്നു മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തണുപ്പ് മാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെജിറ്റബിൾസ്, തക്കാളി അങ്ങനെയുള്ളതൊക്കെ ഫ്രിഡ്ജിലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുതുതായിട്ട് മേടിച്ച ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമുക്ക് പാത്രങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിലേക്ക് എടുത്ത് വെച്ചു. അപ്പം ഓവൻ ആദ്യം ഈ ഒരു സ്ഥലത്തായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ആദ്യം ബോട്ടിൽസ് എടുത്ത് വെച്ചു, പിന്നെ അവിടെ നിന്ന് അതും മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓവൻ മാറ്റി ആ ഒരു സ്ഥലത്ത് മിക്സർ ഗ്രൈൻഡർ, അതായത് 2 മെഷീൻ ഉണ്ടല്ലോ അതൊക്കെ അവിടെ എടുത്ത് സെറ്റാക്കി തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ആദ്യത്തെ വാട്ടർ ബോട്ടിൽ, കുപ്പികളും ഫ്ലാസ്കുകളും അങ്ങനെയുള്ളതൊക്കെ ഞാനിത് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ട്രേ ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം കുറേ ഓയിലും ഗീയും അങ്ങനെയുള്ളതൊക്കെ ഒരു ട്രേയിലേക്ക് ഒതുക്കി വെച്ചു. ബാക്കിയുള്ള അച്ചാറ് കാര്യങ്ങൾ, നമ്മുടെ കരുവേപ്പില,
കടുക് അങ്ങനെയുള്ളതൊക്കെ മറ്റൊരു ട്രേയിലും സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇവിടത്തേക്ക് വേറൊരു ട്രേ വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഗ്ലാസിൻ്റെ ബൗൾസ് ഉണ്ടല്ലോ, പൊട്ടിപ്പോകാൻ ചാൻസ് ഇല്ല, അതൊക്കെ ഒരു ട്രേയിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ അടിയിൽ കുറേ പാത്രങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും, അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ, അപ്പോൾ എളുപ്പത്തിന് എടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഒന്ന് കാര്യമായിട്ട് ഇപ്പം അടുത്തും ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേഗം തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് അവിടെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്, ഒരു നീറ്റായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാണ്ട് അവിടെ കാര്യമായിട്ട് അങ്ങനെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷും പേസ്റ്റും അങ്ങനെയുള്ളതൊക്കെ ഒരു നമ്മുടെ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് എടുത്ത് വെച്ചു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇന്നിപ്പം ഒട്ടും മടി കൂടാതെയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങൾ നമുക്ക് എല്ലാപ്പോൾ ഒരുപോലെ അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ, അപ്പോൾ ചില ദിവസങ്ങൾ മടിയൊക്കെ വരുമല്ലോ. ആ ഒരു സമയത്ത് തട്ടിക്കൂട്ടി ഒന്ന് തുടച്ച് മാറ്റി വെക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ എല്ലാം നീറ്റായി ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വല്ല വൃത്തിക്ക് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തെ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ സെക്ഷൻ ഒരുവിധം എല്ലാം പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ പഴയ ഗ്യാസിൻ്റെ ആ അടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ വലിച്ചു വാരി ഇട്ട പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒതുക്കി പറക്കി. പിന്നെ അവിടെ ഒരു ട്രേ ഒക്കെ ഉണ്ടായിരുന്നു, വെജിറ്റബിൾസൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് അവിടെ ഗ്യാസിൻ്റെ അടുപ്പ് വെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കി ഏട്ടനും കൊടുത്തു, ഞാനും കഴിച്ചു. പിന്നെ ഒരു 3-3:30 കഴിഞ്ഞ പിന്നെ അമ്പാടീനെ ഞാൻ അംഗനവാടി പോയി കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും സിപ്പപ്പ് കഴിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനും കഴിച്ചു. അമ്പാടിക്ക് കൊടുത്തേ പിന്നെ ആദ്യം കഴിച്ചില്ല, പിന്നെ തീരാറായപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡി ആയിട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് മാറി വന്നു. പിന്നെ ഇതാ കിച്ചൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതായത് ഉടക്കി പറക്കൽ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിങ്കൊക്കെ വാഷ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് കുറച്ച് കിച്ചണിൽ പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തൂത്തുവാരി. പിന്നെ സിങ്കൊക്കെ നല്ലപോലെ തേച്ച് കഴുകുകയാണ്. നമ്മൾ ഓൾറെഡി ഇപ്പം കുറേ പാത്രങ്ങളൊക്കെ ഞാൻ തേച്ച് കഴുകുകൊണ്ട് അതിലിങ്ങനെ എന്തൊക്കെയോ പൊടി പോലെയും എന്തൊക്കെയോ ഒരു അഴുക്കായിട്ട് ഇരിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ഒന്നും കൂടെ നീറ്റാക്കി വെക്കുകയാണ്. സാധാരണ നമ്മൾ ഡെയിലി കിടന്നുറങ്ങുന്നതിന് മുമ്പേ സിങ്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് ഒരു ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എപ്പോഴും എന്താ പറയുക പെർഫെക്റ്റായി നീറ്റായി ഇരുന്നോളും. അല്ലെങ്കിൽ നമ്മൾ തീരെ കഴുകാതിരുന്നാൽ നമുക്ക് ഭയങ്കര പണിയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കുറേ സിങ്കും വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എല്ലാം ഒന്ന് തൊഴിച്ചുരുമി കഴുകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ സമയം എടുത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ വൈകുന്നേരം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് പല കാര്യങ്ങൾക്കും ഞാൻ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇന്നത്തോടെ ഈ ഒരു പരിപാടി എനിക്ക് തീർക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ ബാക്കിയുള്ള വാഷ് ബേസും സിങ്കും ഒക്കെ തേച്ച് കഴുകുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ സമയം എടുത്ത് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ ചിലപ്പം മടുപ്പൊക്കെ വരും, ചിലപ്പം യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഫോണിൽ പാട്ടൊക്കെ കേട്ടിരുന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു വൈബൊക്കെ ആയിരിക്കും കേട്ടോ. കൂടെ പാടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരുവിധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ സ്റ്റോർ ചെയ്തെന്ന് ആ റൂമിലേക്ക് വന്നു കേട്ടോ. അവിടെയാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. അരിയൊക്കെ തീർന്നതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഞാനിത് കിച്ചണിലെ ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചിടുവാണ്. അങ്ങനെ ഒരുവിധം കിച്ചണിലെ ക്ലീനിങ്ങും അടുക്കി പറക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചു. സെറ്റായതിന് ശേഷം ഞാനിത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലോറൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരുവിധം നമ്മുടെ കിച്ചൺ അറേഞ്ച് ചെയ്തതും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓടിച്ചൊന്ന് കാണിച്ചു തരുവാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ധാന്യങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ് ഷെൽഫിലേക്ക് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ മിക്സർ ഗ്രൈൻഡർ അതിൻ്റെ ചാറും കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മിക്കപ്പോഴും ഞാൻ എന്താ പറയുക ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അല്ലാത്ത പൊടികളൊക്കെ കുറച്ചധികം ഉണ്ടാവുമല്ലോ, അതൊക്കെ ആണെങ്കിൽ അത് മുകളിലത്തെ ആ ഒരു ഷെൽഫിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ ഈ ഒരു സെക്ഷനിൽ പൊടികളും അതുപോലെ വലിയ സവാളയും ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പാത്രങ്ങളിലേക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഓയിൽസും അങ്ങനെയുള്ളതൊക്കെ ഗീ അങ്ങനെയുള്ളതൊക്കെ ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊളിയുന്ന ബൗൾസും കാര്യങ്ങളൊക്കെ ഒരു ട്രേയിൽ, പിന്നെ കുടിക്കുന്ന ബോട്ടിൽസ്, ഫ്ലാസ്ക് അങ്ങനെയുള്ളതൊക്കെ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് അങ്ങനെയുള്ള കറിവേപ്പില, പിന്നെ അച്ചാർ അങ്ങനെയൊക്കെ വെക്കാനുള്ളത് ഒരു ട്രേയിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നീറ്റാക്കി പെർഫെക്റ്റാക്കി തുടച്ചതെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള കുഞ്ഞു പാത്രങ്ങളൊക്കെ ഈ ഒരു ട്രേയിലും ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കത്തി അങ്ങനെയുള്ള സിസേഴ്സ് അങ്ങനെയുള്ളതൊക്കെയാണ് പുതിയ നമ്മൾ ഒരു സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ഇതുണ്ടല്ലോ സ്റ്റാൻഡ് പോലത്തെ, അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം കിച്ചൺ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കിച്ചൻ്റെ തന്നെ ആ ഒരു സെക്ഷൻ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ പഴയ ഗ്യാസിൻ്റെ അടുപ്പ്.
പിന്നെ നമ്മുടെ പ്ലേറ്റ്സൊക്കെ വെക്കുന്ന ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നീറ്റാക്കി ഒന്ന് തുടച്ചെടുത്ത് ഇട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ വെജിറ്റബിൾസൊക്കെ എടുത്ത് ഒരു നമ്മുടെ കക്കിരിക്ക അല്ലെങ്കിൽ വെള്ളരിക്ക അങ്ങനെയുള്ളതൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഒരുവിധം ഞാനത് എല്ലാം ഒന്ന് ഒതുക്കി വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എത്ര ദിവസം ഇങ്ങനെ കിടക്കുമെന്ന് അറിയില്ല. കാരണം നമ്മൾ അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലങ്കോലായി കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കുള്ളൂ. പിന്നെ നമ്മൾ മനുഷ്യന്മാരല്ലേ, പിന്നെ എല്ലായ്പ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ കിച്ചൻ്റെ ആ ഒരു സ്റ്റോർ റൂം പോലത്തെ അവിടെ സെക്ഷനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് നീറ്റാക്കി ഒതുക്കി വെച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, ചെറുതായിട്ട് പൊടിയൊക്കെ പാറും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെയും തുടക്കൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി. എൻ്റെ കസിൻസ് അല്ലെങ്കിൽ ഇതൊക്കെ വീഡിയോ കാണുന്നവർ കുറച്ചൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത്, എനിക്ക് 24 മണിക്കൂറും തുടക്കലാണോ പരിപാടി, അടുക്കളയിൽ തന്നെയാണല്ലോ, ഇങ്ങനെയൊക്കെ എനിക്ക് കമൻസ് കിട്ടാറുണ്ട് കേട്ടോ എന്നെ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ കുക്കറൊക്കെ വയ്ക്കുന്ന ഒരു എന്താ പറയുക, കിച്ചണിൽ തന്നെ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നെ നമ്മുടെ അടുപ്പ് ആണ് കേട്ടോ, അത് കുറേ പഴക്കമുള്ള അടുപ്പാണ്, വല്ലപ്പോഴും കത്തിക്കാറുണ്ട്, ഇപ്പം കുറച്ചായി കത്തിക്കുന്നത് കുറവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രൈൻഡറും അതേപോലെ എന്താ പറയുക ഇൻഡക്ഷൻ്റെ അടുപ്പും പിന്നെ ഹീറ്ററും അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു സൈറ്റിലേക്ക് ഒതുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് വ്ളോഗ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഏകദേശം എന്നെ കൊണ്ടാകുന്ന പോലെയൊക്കെ ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു കിച്ചൺ, ഈ ഒരു പോർഷൻ അവിടെ, പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ ആ ഒരു സെക്ഷൻ, പിന്നെ നമ്മുടെ ഓൾറെഡി ഒരു സ്റ്റോർ റൂം പോലത്തെ ഉണ്ട്, അരിയൊക്കെ സൂക്ഷിച്ച് നമ്മളെ കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സംഭവം, ഒരു കിച്ചൺ പോലെയാണ്. പഴയ ആദ്യം ഇവിടെയായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഞാനിന്ന് എന്നെ കൊണ്ടാകുന്നതിന് മാക്സിമം രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 7 മണിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഫുള്ള് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആറി കിട്ടിയിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഫൈനലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് തൊട്ട് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇന്ന് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് പോയി തിരിച്ച് വന്നതിന് ശേഷം പിന്നെയും കുറച്ച് ക്ലീനിങ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇത് വരെ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കാല് നല്ല കടച്ചിലുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് നൈറ്റിലത്തെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണുള്ളത്. തെയ്യത്താൻ തെങ്ങിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആ ഒരു പൊട്ടലാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ആ ഉത്സവത്തിന് പോയതിൻ്റെ ഒരു ഷോർട്ട് വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷനിൽ പണ്ടൊരു ചെയർ ഉണ്ടായിരുന്നു, വളരെ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തു കളഞ്ഞു കേട്ടോ. ഇനി അവിടെ ഒരു ചെയർ ഇടണം, അത്യാവശ്യം നമുക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ കഥ പറഞ്ഞിരിക്കാനും ഒക്കെ നമ്മൾ കിച്ചണിൽ എന്തും ജോലി ചെയ്യുമ്പോൾ ഒക്കെ അവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെയർ സെറ്റ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ, എൻ്റെ കിച്ചണാണ്. കിച്ചൺ എന്ന് പറയുമ്പോൾ എനിക്കിപ്പം എന്താ പറയുക, ഈ ഒരു വീട്ടിൽ ഇഷ്ടമില്ലാണ്ടില്ല, എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും എടുത്ത് പറയാനുള്ളത് എനിക്ക് കിച്ചൺ എപ്പം വളരെ എന്താ പറയുക നീറ്റായിരിക്കണം എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വീട് എൻ്റെ മൊത്തത്തിൽ ക്ലീൻ ആയിരിക്കണം, എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, കിച്ചൺ എപ്പോഴും നീറ്റായിരിക്കണം എന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ സാധിച്ചെടുക്കണം. അപ്പോൾ ഒരേപോലത്തെ ബോട്ടിൽസൊക്കെ മേടിക്കാമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സമയം കിട്ടിയപ്പോൾ നമ്മളങ്ങനെ മേടിച്ചു. അപ്പോൾ എന്താ, കുറച്ച് ബോട്ടിൽസിൻ്റെ എന്താ പറയുക, എന്നെ കൊണ്ടാകുന്ന പോലെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോട്ടിൽസൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പൈസ തരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മേടിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നുണ്ട്. പിന്നെ കാല് കടയുന്നതുകൊണ്ട് കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് കുക്ക് ചെയ്യാമെന്ന് കരുതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ഈ ഒരു പാത്രം കഴുകിയിട്ട് എന്താ പറയുക, എന്താ പറയുക, നമ്മളിങ്ങനെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലും അവിടെ ഇവിടെ വെക്കുമ്പോൾ വെള്ളമാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ട്രേ പോലത്തെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞു ട്രേയിൽ വെക്കുമ്പോഴത്തേക്കും
എന്താ പറയുക സ്പേസ് കൊള്ളില്ല കേട്ടോ, മതിയാകത്തില്ല. അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് പാത്രങ്ങൾ കഴുകിയിട്ട്, അപ്പം ഞാൻ ഇതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വേഗം ഇവിടെ തന്നെ എന്താ പറയുക വെള്ളം ഉറ്റാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാത്രം ഇവിടുന്ന് എടുത്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, അവിടുന്ന് തന്നെ കഴുകിയിട്ട് തിരിച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഭയങ്കര പണ്ടും ഇഷ്ടമാണ്, ഇപ്പോൾ ഇഷ്ടമാണ്, ഇപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായിട്ടുണ്ട് എന്താ പറയുക കിച്ചൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ വലിയ രീതിയിലൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ എന്നെ കൊണ്ടാകുന്ന പോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ പറയുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം മറ്റൊരു വീഡിയോ ആയിട്ട്.